നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മലയാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കള്ളൻ എന്ന് സംശയിച്ചാണ് മലയാളി യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സൗത്ത് 24 പർഗനാസിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. മരിച്ചയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആക്രമണത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 9 സംഭവം നടന്നതെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ. കേരളത്തിൽ ജോലി ചെയ്തിരുന്ന തൻ്റെ ചില സുഹൃത്തുക്കൾക്കൊപ്പം കുൽത്താലി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മലയാളി യുവാവെന്ന് ബരുയിപ്പൂർ സബ് ഡിവിഷനിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണത്തിൽ കള്ളനാണെന്ന് സംശയിച്ചാണ് ഗ്രാമവാസികൾ ഇയാളെ തല്ലിക്കൊന്നതെന്നാണ് വ്യക്തമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇയാൾ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ചതായും ഇതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചതെന്നും ചില ഗ്രാമവാസികൾ ആരോപിക്കുന്നുവെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. 2 ആഴ്ച മുമ്പാണ് മലയാളി യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പം കുൽത്താലിയിൽ എത്തിയതെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ഇയാൾ തനിച്ചു പോയ സംഗിജാഹാൻ ഗ്രാമത്തിലെ ഒരു മാർക്കറ്റിൽ വെച്ചാണ് സംഭവം നടന്നത്. ഭാഷ അറിയാത്തതിനാൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തത് ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതായും പോലീസ് പറയുന്നു. പ്രദേശത്ത് അപരിചിതനായ ഒരാൾ നടക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. ഇയാൾ കള്ളനാണെന്ന് ചില നാട്ടുകാർ സംശയിച്ചിരുന്നതായും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളാണെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു പരത്തിയതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. പ്രദേശത്തെ റോഡുകൾ പരിചയമില്ലാത്തതിനാൽ ഇയാൾക്ക് അബദ്ധത്തിൽ വഴിതെറ്റി പോവുകയായിരുന്നു. തുടർന്ന് പ്രദേശത്ത് അപരിചിതനായ ഒരാൾ നടക്കുന്നത് കണ്ട് ഗ്രാമവാസികൾ ഇയാളെ ചോദ്യം ചെയ്തു. ചിലർ ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് തർക്കം രൂക്ഷമാകുകയും കള്ളനാണെന്ന് സംശയം തോന്നി ഇയാളെ കെട്ടിയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നാലെ കുൽത്താലി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തുകയും ഇയാളെ ഉടൻ തന്നെ ജയനഗർ കുൽത്താലി ഗ്രാമീണ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. ഇയാളോടൊപ്പം എത്തിയ സഹപ്രവർത്തകരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു.